കൊളംബസ് അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വൈക്കിങ്ങുകളുടെ കഥയിലൂടെ അമേരിക്കയിൽ എവിടെയോ പിന്നീട് എൽ ദൊറാദോ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സ്വർണ്ണ നഗരം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അതിന്റെ പാതകളും വീതികളും പോലും സ്വർണത്തിൽ തീർത്തതെന്നും അവിടുത്തെ രാജാവ് വൈകുന്നേരങ്ങളിൽ സ്വർണ്ണപ്പൊടി തേച്ച് കുളിക്കുമായിരുന്നു എന്നുള്ള കഥ യൂറോപ്പിലൊക്കെയും പടർന്നു. കൊളംബസ് വെട്ടിത്തുറന്ന കപ്പൽ ചാലിലൂടെ അനേക സ്പാനിഷ് നാവികർ സൗത്ത് അമേരിക്കയിൽ എത്തപ്പെടുകയും സ്വർണ്ണ നഗരം തേടി അലയുകയും ചെയ്തു. ഒരു തരി സ്വർണം ലഭിക്കാതെ വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ ഗ്രാമങ്ങളിലേക്ക് ഭക്ഷണം തേടിപ്പോയവർ ഒരു പ്രത്യേക മരത്തെ നോട്ട് ചെയ്തു. സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞു കിടക്കുന്ന പഴം അതീവ രുചികരം, മുറിവും വ്രണവും ഉണക്കാൻ അതിന്റെ കറ അതിലും നല്ലത്. ആ പഴത്തിന്റെ പേരാണ് പപ്പായ. ഈ ഒരു സ്പാനിഷ് എക്സ്പെഡിഷന്റെ ഒടുവിലാണ് അമേരിക്കൻ ഗോത്രങ്ങൾ ഒന്നിച്ചു ചേരുകയും യുദ്ധം ആരംഭിക്കുകയും ആധുനിക യുദ്ധോപകരണങ്ങൾ വെച്ചിട്ട് സ്പാനിഷുകാർ പല ഗോത്രങ്ങളെയും ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുകയും ചെയ്തത്. ഈ കൊലവെറിയന്മാരായ സ്പാനിഷുകാർക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ കറി വെക്കാൻ പഠിപ്പിച്ച നമ്മുടെ സ്വന്തം പോർച്ചുഗീസുകാർ, ക്രിസ്ത്യാനോയുടെ നാട്ടുകാർ, അവരവിടെ എത്തപ്പെട്ടു. കമ്പയർ ടു സ്പാനിഷ്, പോർച്ചുഗീസുകാർ കുറച്ചുകൂടെ മര്യാദ ഉള്ളവന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മാരെ അവിടുത്തെ ആളുകളെയൊക്കെ ചാക്കിലിട്ട് ഇതെങ്ങനെയാ കൃഷി ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചേച്ച് കുരുവൊക്കെ ഉണങ്ങിയെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു. കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചിയിലുള്ള ഫോർട്ട് മാനുവലിലാണ്. ഫോർട്ട് മാനുവലിനുള്ളിൽ ഈ പോർച്ചുഗീസ് നാവികർ ആ പപ്പായകളെ അങ്ങ് കൃഷി ചെയ്ത് നല്ല ഒന്നാം തരം വിളവെടുത്തു. അങ്ങനെയാണ് നമ്മുടെ വീടിന്റെ പുറകിലെ സൈഡിലൊക്കെ കാണപ്പെടുന്ന പപ്പായ നമ്മുടെ സ്വന്തം കേരളത്തിൽ എത്തപ്പെട്ടത്.